പുകവലി അർബുദത്തിന് കാരണമാകുന്നു. മഞ്ഞണിഞ്ഞ മാമലകളും കുളിരണിഞ്ഞ താഴ്വാരങ്ങളും കൊണ്ട് അലങ്കൃതമായി കാട്ടരുവികളുടെ മർമ്മരവും പെരിയാറിന്റെ പല്ലാളനവും ഏറ്റുവാങ്ങി നമ്മുടെ സ്വപ്നങ്ങളിൽ പൂത്തുലഞ്ഞ നമ്മുടെ നാട്. രണ്ടായിരത്തി 25-26 അധ്യയന വർഷത്തെ വാർഷിക റിപ്പോർട്ട്. അറിവിൻ്റെ അക്ഷരമുറ്റത്ത് വിദ്യയുടെ പൊൻപ്രഭ വിതറി മറ്റൊരു അധ്യയന വർഷം കൂടി പടിയിറങ്ങുകയാണ്. നന്മയുടെയും സ്നേഹത്തിൻ്റെയും പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ വിദ്യാലയം പിന്നിട്ട സഫലമായ ഒരു വർഷത്തെ അടയാളപ്പെടുത്തുന്ന നിമിഷമാണിത്. കേവല പാഠപുസ്തകങ്ങളിലെ അറിവിനപ്പുറം മൂല്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഞങ്ങളുടെ നിരന്തരമായ പരിശ്രമങ്ങളുടെ നേർക്കാഴ്ചയാണ് ഈ വാർഷിക റിപ്പോർട്ട്. അക്കാദമിക രംഗത്തും കലാകായിക സാംസ്കാരിക മേഖലകളിലും നമ്മുടെ കുട്ടികൾ കൈവരിച്ച ഉജ്ജ്വലമായ നേട്ടങ്ങളും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളും ഈ റിപ്പോർട്ടിൽ അക്ഷരരൂപം കൊള്ളുന്നു. ഈ അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങളെയും നേട്ടങ്ങളെയും കോർത്തിണക്കിയ പാറത്തോട് സെന്റ് ജോർജ് LP സ്കൂളിൻ്റെ 2025-26 പ്രവർത്തന വർഷത്തെ വാർഷിക റിപ്പോർട്ട് സദസ്സിന് മുൻപാകെ സവിനയം സമർപ്പിക്കുന്നു. പ്രവർത്തന മികവ് കൊണ്ടും വിജ്ഞാന തികവ് കൊണ്ടും സമ്പന്നമായ ഇടുക്കി വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ രക്ഷാധികാരി അഭിവന്ദ്യ മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവാണ്. റവറൻ ഫാദർ ജോർജ് തകടിയൽ രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറിയായും റവറൻ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരിക്കൽ സ്കൂൾ മാനേജറായും റവറൻ ഫാദർ മെൽഫിൻ കരിവേരിക്കൽ അസിസ്റ്റന്റ് മാനേജറായും ഈ സ്ഥാപനത്തെ നയിച്ചു വരുന്നു. സ്റ്റാഫ്: ഒരു ശില്പിയുടെ കരുതലോടെ ഓരോ കുട്ടിയെയും മനോഹരമായ ശില്പങ്ങളാക്കി മാറ്റുന്നവരാണ് അധ്യാപകർ. വിവരവിജ്ഞാന മേഖലകളുടെ അനന്ത സാധ്യതകളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിദ്യാലയത്തെ നൂതന കർമ്മ പദ്ധതികളിലൂടെ അഭിമാനാർഹമായ നേട്ടങ്ങൾ കൈവരിക്കാൻ അക്ഷീണം പ്രതിജ്ഞിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അധ്യാപകരെയും നന്ദിയോടെ ഓർക്കുന്നു. വിദ്യാർത്ഥികളും പഠന ക്രമീകരണങ്ങളും തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിന്റെയും അടിമാലി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെയും ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ ഏജൻസിയുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ ഈ അധ്യയന വർഷം 11 ഡിവിഷനുകളിലായി 251 കുട്ടികൾ അധ്യയനം നടത്തുന്നു. പഠന നിലവാരവും അധ്യാപന രീതിയും വിദ്യാർത്ഥികളുടെ അറിവും കഴിവും വളർത്തി അവരുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന ഈ വിദ്യാലയം പഠന നിലവാരത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് പുലർത്തി വരുന്നു. ഇടുക്കി രൂപതയുടെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കിയ എൻ്റെ മലയാളം, മൈ ഇംഗ്ലീഷ് എന്നീ പ്രവർത്തനങ്ങൾ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് മികവിന്റെ പാതയിൽ മുന്നേറുവാൻ ഏറെ സഹായകമായി. കുട്ടികളുടെ പഠന നിലവാരം വിലയിരുത്തുന്നതിനായി ടേം മൂല്യനിർണ്ണയവും യൂണിറ്റ് ടെസ്റ്റുകളും നടത്തിവരുന്നു. ഓരോ ടേമിലും ക്ലാസ് PTA വിളിച്ചുകൂട്ടുന്നത് വഴി കുട്ടികളുടെ പഠന പുരോഗതി രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തുന്നു. അവരുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരായുന്നതിനും അവസരമൊരുക്കുന്നു. അതോടൊപ്പം 1 day 1 meet കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഏറെ സ്വാഗതാർഹമായിരുന്നു. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം: പഠനം ആസ്വാദകരവും അനുഭവവേദ്യവുമാക്കുവാൻ IT ക്ലാസുകൾ, AV ലേണിംഗ് എന്നിവ കുട്ടികൾക്ക് നൽകി വരുന്നു. മതപഠനവും സന്മാർഗ പാഠവും: ആധ്യാത്മികവും ധാർമ്മികവുമായ അറിവ് കുട്ടികളിൽ വളർത്തിയെടുത്ത് മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ മതപഠന സന്മാർഗ ക്ലാസുകൾ ആഴ്ചയിൽ 3 ദിവസം നടത്തിവരുന്നു. വിവിധ തരം മത്സര പരീക്ഷകൾ: ക്ലാസ് മുറിയുടെ 4 ചുമരുകൾക്കപ്പുറത്തേക്ക് വിജ്ഞാനത്തിന്റെ വിസ്ഫോടനം സൃഷ്ടിക്കുന്ന മികവുറ്റ പ്രതിഭകളെ കണ്ടെത്തുന്നതിനും ആത്മവിശ്വാസത്തോടെ പരീക്ഷകളെ അഭിമുഖീകരിക്കുന്നതിനുമായി വിവിധ തരം മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകി വരുന്നു. 2024-25 അധ്യയന വർഷത്തിൽ അമേലിയ അലക്സാണ്ടർ LSSന് അർഹയായി. അതോടൊപ്പം അക്കാദമിക് സ്കോളർഷിപ്പ് പരീക്ഷയിൽ 1ാം ക്ലാസ്സിൽ നിന്നും ഡെറിക് ജിസ്മോൻ, 2ാം ക്ലാസ്സിൽ നിന്നും ഡാനി മാർട്ടിൻ, ഇവാനിയ റോബിൻ, 3ാം ക്ലാസ്സിൽ നിന്നും ഡിയോൺ സെബാസ്റ്റ്യൻ, നിയ അശ്വിൻ ആൻഡ്രേസ്, 4ാം ക്ലാസ്സിൽ നിന്നും അമേലിയ അലക്സാണ്ടർ എന്നിവർ സമ്മാനാർഹരായി. സ്വദേശ് കിസ്, അക്ഷരമുറ്റം കിസ്,
ലൈബ്രറി കൗൺസിൽ കേസ് എന്നിവയിൽ ഡിയോൺ സെബാസ്റ്റ്യൻ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഈ നേട്ടങ്ങളെല്ലാം സെന്റ് ജോർജ് LP സ്കൂളിന്റെ മാറ്റുകൂട്ടുന്നു. ടോപ്പ് 10. കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി മന്ത്ലി ടെസ്റ്റ്, ടേം എക്സാം എന്നിവയിൽ നിന്ന് മുന്നിലെത്തുന്ന ഓരോ ക്ലാസ്സിലെയും 10 കുട്ടികൾക്ക് ഈ ബാഡ്ജ് നൽകി വരുന്നു. ഇത് കുട്ടികൾക്ക് പഠനത്തോട് താല്പര്യം ജനിപ്പിക്കുവാനും പഠനത്തിൽ മുന്നേറുവാനും സഹായിക്കുന്നു. സ്കൂൾ പാർലമെന്റ്. ഇന്ത്യൻ ജനാധിപത്യ വോട്ടിംഗ് സമ്പ്രദായം കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നതിനായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ എല്ലാ വ്യവസ്ഥകളും പാലിച്ച് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തുകയും സ്കൂൾ ലീഡറായി മാസ്റ്റർ ഡിയോൺ സെബാസ്റ്റ്യനെയും സ്കൂൾ സെക്രട്ടറിയായി ആൽവിയ മരിയ ബിജു എന്നിവരെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. കുട്ടികളിൽ അന്തർലീനമായിരിക്കുന്ന സർഗവാസനകളെ തട്ടിയുണർത്തി അവർക്കാവശ്യമായ പ്രോത്സാഹനവും പരിശീലനവും നൽകുന്ന ആർട്സ് ക്ലബും, വിജ്ഞാനത്തോടൊപ്പം മാനസികോല്ലാസം നൽകുന്ന സ്പോർട്സ് ക്ലബും, പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ശാസ്ത്രീയ സത്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി സയൻസ് ക്ലബും, പ്രകൃതിയെ അടുത്തറിയാൻ സഹായിക്കുന്ന നേച്ചർ ക്ലബും, വിദ്യാർത്ഥികളുടെ മാനസികവും കായികവുമായ ആരോഗ്യം വളർത്തുന്നതിന് ഹെൽത്ത് ക്ലബും, ഇന്നത്തെ സമൂഹത്തിന് പുത്തൻ ചൂടുവയ്പാകുവാനായി സാമൂഹ്യശാസ്ത്ര ക്ലബും, അത്ഭുതങ്ങളുടെ മാസ്മരികത ഉണർത്തുന്ന ഗണിത ലോകത്തെ തൊട്ടറിയാൻ ഗണിത ക്ലബും കാര്യക്ഷമമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. കബ്ബാൻ ബുൾബുൾ. രാജ്യത്തോടുള്ള ആത്മാർത്ഥത, സാമൂഹിക സേവനം, സ്വഭാവ രൂപവൽക്കരണം എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ സംഘടന നമ്മുടെ സ്കൂളിൽ മികച്ച രീതിയിൽ മുന്നേറുന്നു. 26 കുട്ടികൾ കബ്ബാൻ ബുൾബുൾ എന്ന സംഘടനയിൽ പ്രവർത്തിച്ചു വരുന്നു. KCSL വിശ്വാസം, പഠനം, സേവനം എന്നിവയിലൂടെ വിദ്യാർത്ഥികളെ ദൈവവിശ്വാസവും ധാർമ്മിക ബോധവുമുള്ള പൗരന്മാരാക്കി തീർക്കുന്നതിന് KCSL സംഘടന സ്കൂളിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. എല്ലാ ദിവസവും കുട്ടികൾ സമർപ്പണ പ്രാർത്ഥനയോടെയാണ് പഠനം ആരംഭിക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ വിശുദ്ധ കുർബാനയും KCSL പ്രാർത്ഥനയും നടന്നു വരുന്നു. കൂടാതെ ഒക്ടോബർ മാസത്തിൽ ജപമാല മാസാചരണവും ജപമാല റാലിയും നടത്തി ഉണ്ണീശോയുടെ പിറവി തിരുനാളിനോടനുബന്ധിച്ച് 25 ദിവസവും നിയോഗ പ്രാർത്ഥനയും സുകൃത ജപവും ചൊല്ലി ഉണ്ണിയേശുവിനെ കുട്ടികൾ വരവേറ്റു. ഈ അധ്യയന വർഷത്തിൽ നടന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് രൂപതാതലത്തിൽ 1ാം സ്ഥാനവും ഷോർട്ട് ഫിലിം മത്സരത്തിൽ 2ാം സ്ഥാനവും നേടിയത് നമ്മുടെ പ്രവർത്തന മികവിന് ലഭിച്ച അംഗീകാരമാണ്. സ്കൂൾ അസംബ്ലി. അച്ചടക്ക ബോധവും നേതൃത്വ പാഠവും രൂപപ്പെടുത്തുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിന് ആഴ്ചയിൽ 3 ദിവസം സ്കൂൾ അസംബ്ലി നടത്തിവരുന്നു. 2 ദിവസം മാതൃഭാഷയിലും 1 ദിവസം ഇംഗ്ലീഷ് ഭാഷയിലുമാണ് അസംബ്ലി നടത്തിവരുന്നത്. ഇന്നിന്റെ ലോകത്ത് തങ്ങൾ എല്ലാവരും സമന്മാരാണെന്ന തിരിച്ചറിവ് കുട്ടികളിൽ ജനിപ്പിക്കുന്നതിനായി ആഴ്ചയിൽ എല്ലാ ദിവസവും സ്കൂൾ യൂണിഫോം നിർബന്ധമാക്കി. സ്കൂൾ ലൈബ്രറി. ചിന്തയുടെ ചക്രവാളം അനന്തമാക്കുന്ന വായനയുടെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓരോ ക്ലാസ് മുറിയിലും വായനാമൂലകൾ ക്രമീകരിച്ചിരിക്കുന്നു. കുട്ടികൾ പുസ്തകങ്ങൾ വായിച്ച് കുറിപ്പ് തയ്യാറാക്കുകയും സ്കൂൾ അസംബ്ലിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. വിവിധ ദിനാഘോഷങ്ങൾ. വിജ്ഞാനത്തിന്റെ അക്ഷരമുറ്റത്തേക്ക് പിച്ചവെച്ചെത്തുന്ന ഓരോ കുരുന്നുകൾക്കും ഹാർദവമായ സ്വാഗതം നൽകുന്നതിനായി പ്രവേശനോത്സവവും കൂടാതെ വായനാ ദിനം, സ്വാതന്ത്ര്യദിനം, അധ്യാപക ദിനം, ഓണാഘോഷം, ലഹരി വിരുദ്ധ ദിനം, ശിശുദിനം, ക്രിസ്തുമസ് ആഘോഷം, റിപ്പബ്ലിക് ദിനം തുടങ്ങി വിവിധ ദിനാചരണങ്ങൾ സ്കൂൾ തലത്തിൽ വിപുലമായ രീതിയിൽ നടത്തിവരുന്നു. ഉച്ചഭക്ഷണം. മാനവ വിഭവശേഷിയാണ് ഒരു രാഷ്ട്രത്തിന്റെ സമ്പത്ത് എന്ന ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഗവൺമെന്റ് നടപ്പിലാക്കിയ ഉച്ചഭക്ഷണ പരിപാടി നമ്മുടെ സ്കൂളിൽ വളരെ മികച്ച രീതിയിൽ നടത്തിവരുന്നു. ആഴ്ചയിൽ 2 ദിവസം മുട്ടയും പാലും ഉൾപ്പെടുത്തിയുള്ള പോഷകസമൃദ്ധമായ ഉച്ചഭക്ഷണമാണ് കുട്ടികൾക്ക് നൽകുന്നത്. കൂടാതെ ഒരുമയോടെ ഒരു മനസ്സോടെ എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുട്ടികൾ തങ്ങളുടെ ജന്മദിനത്തിലും ആഘോഷാവസരങ്ങളിലും സംഭാവന നൽകുന്നത് ഉച്ചഭക്ഷണ പദ്ധതി കൂടുതൽ മികവാർന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നു. അതിനായി സഹകരിച്ചിരിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും രുചികരമായ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന ശ്രീമതി ഷൈനി PM-നും 1000 നന്ദി. സ്കൂൾ PTA. ഓരോ സ്കൂളിനെയും ജീവസുറ്റതാക്കുന്നത് ആ സ്കൂളിലെ ശക്തമായ PTA-ആണ്. 2025-26 അധ്യയന വർഷത്തെ ആദ്യ PTA പൊതുയോഗം ജൂൺ 21 നടന്നു. PTA പ്രസിഡന്റായി ശ്രീ റെജി നൈനാനെയും
MBTA പ്രസിഡന്റായി ഗ്രീഷ്മ ജസ്വിനെയും തിരഞ്ഞെടുത്തു. ഭൗതിക സാഹചര്യങ്ങളുടെ മെച്ചപ്പെടുത്തലിനും വിവിധ ദിനാഘോഷങ്ങളുടെ നടത്തിപ്പിലുമായിട്ടുള്ള PTA അംഗങ്ങളുടെ പങ്കാളിത്തം അഭിനന്ദനാർഹമാണ്. സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അകമഴിഞ്ഞ സാന്നിധ്യം കൊണ്ടും സഹകരണം കൊണ്ടും ധന്യമാക്കിയ PTA MBTA കമ്മിറ്റി അംഗങ്ങളെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ബഹുമതികൾ: 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ഇടുക്കി രൂപതയിലെ മികച്ച സ്കൂളുകളിൽ 2ാം സ്ഥാനവും, KCSLന്റെ പ്രവർത്തനങ്ങൾക്ക് 2ാം സ്ഥാനവും, ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് 1ാം സ്ഥാനവും, റീൽസ് മത്സരത്തിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ഈ വർഷം നടന്ന വിവിധ മേളകൾ വിദ്യാർത്ഥികളിൽ വൈജ്ഞാനികവും നൈസർഗികവുമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്കൂൾ തലത്തിലും സബ് ജില്ലാ തലത്തിലും വിവിധ മേളകൾ നടത്തിവരുന്നു. 2025-26 അധ്യയന വർഷത്തിൽ കായികോത്സവം, കലോത്സവം, സോഷ്യൽ സയൻസ് മേള എന്നിവയിൽ ഓവറോൾ ഫസ്റ്റും, ഗണിതമേളയിൽ ഓവറോൾ സെക്കൻഡും, പ്രവൃത്തി പരിചയമേള, ശാസ്ത്രമേള എന്നിവയിൽ 4ാം സ്ഥാനവും കരസ്ഥമാക്കാൻ സാധിച്ചു. ഇത് പാറത്തോട് സെന്റ് ജോർജ് LP സ്കൂളിന്റെ മികവ് ഉയർത്താൻ ഏറെ സഹായകമായി. പാറത്തോടിന് തിലകക്കുറിയായി, അറിവിന്റെ റാണിയായി ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന സെന്റ് ജോർജ് LP സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഓരോ ചുവടുവെപ്പിലും ആളും അർത്ഥവും നൽകി സാമീപ്യം കൊണ്ട് സഹകരിച്ചവരെയും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞവരെയും നന്ദിയോടും സ്നേഹത്തോടും കൂടി ഈ അവസരത്തിൽ സ്മരിക്കുന്നു. സർവോപരി ദൈവം കനിഞ്ഞു നൽകിയ നന്മകൾക്കും പരിപാലനയ്ക്കും മുൻപിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ടും ഈ കലാലയത്തിന്റെ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെ കൃപാദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഈ റിപ്പോർട്ട് നിങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു എന്ന് ഹെഡ്മാസ്റ്റർ സെന്റ് ജോർജ് LP സ്കൂൾ പാറത്തോട്.